നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയായിരിക്കുന്നു? ജൂൺ 1, 2026 തിങ്കളാഴ്ച ആണ്. അപ്പോ നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയായിരിക്കും ഇന്ന് തൊട്ട് അടുത്ത തിങ്കളാഴ്ച വരെ കേട്ടോ. അപ്പോ ആദ്യം നമ്മൾ ലവ് എങ്ങനെയാണെന്ന്, ഫ്രണ്ട്ഷിപ്പ് എന്താണ്, എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കും, കരിയർ എങ്ങനെയായിരിക്കും, ഫിനാൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോ 3 പേരുടെ റീഡിംഗ്, 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റീഡിംഗ് ആണ് ഞാൻ നോക്കുന്നത്. 1, 2, 3. ഇതില് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് നമ്പർ വെച്ചിട്ടുള്ള റീഡിംഗ് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നിങ്ങളുടെ ഈ ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണിത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവിടെ റീഡിംഗ് കാണുന്നവര് ഈ ആഴ്ച എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് വരാൻ പോകുന്നത്. ഒരു കാർഡ് വന്നു, 2, 3 കാർഡ് വന്നു, ഇനി വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ 3 കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾ സംസാരിക്കുമ്പോ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് എത്ര കടുത്ത കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ സൗമ്യമായിട്ട് ഒരാളെ മാറ്റി നിർത്തി അയാളെ വഴക്ക് പറയാൻ. നിങ്ങളിപ്പോ ഒരു മാനേജറോ അങ്ങനെ വല്ലതാണ്, ഇപ്പൊ ആരെങ്കിലും എംപ്ലോയിനെ, വീട്ടിൽ ജോലി എടുക്കുന്ന ആള്, അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചീത്ത കാര്യം, അവരെ വഴക്ക് പറയുക, അവരുടെ തെറ്റ് തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കണം. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തരുത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുക കേട്ടോ. ചിലരുടെ സംസാര രീതിയിൽ പ്രശ്നമുണ്ടാവും. നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല സംസാരിക്കുന്നത്, പക്ഷെ സംസാരം പുറത്തു വരുമ്പോൾ അത് മറ്റുള്ളവരെ ഹേർട്ടാക്കും, അതിന്റെ ടോൺ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച്, ഈ ആഴ്ച ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോ നിങ്ങൾക്കൊരു ജോലി വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവുകയോ, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി ട്രാൻസ്ഫർ, ഒരാഴ്ചത്തേക്ക് വേറൊരാളുടെ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരികയോ, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കൂട്ട് നിൽക്കാനോ ആരുടെയെങ്കിലും വീട്ടിൽ കൂട്ട് നിൽക്കാൻ പോവുകയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്, താൽക്കാലികം. അപ്പൊ അത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വളരെ കാരണം പുതിയൊരു സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് വളരെ ആകാംക്ഷയായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോ എന്തെങ്കിലും അവിടെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്, പ്ലാൻ ചെയ്തിട്ട് പോകുക, ശ്രദ്ധയോടെ പോകുക എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ കയ്യിൽ കരുതുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓം എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും, മനസ്സിന് ശക്തി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് 3 കാർഡ്സ് ആണ് വന്നത്. ഇനി നമ്പർ സെലക്ട് ചെയ്തോ നിങ്ങൾ, 1, 2, 3. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലെ. അപ്പൊ നമ്മള് ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത്. ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ ലവ് എന്താണ് ഈ ആഴ്ച? നിങ്ങളുടെ സ്നേഹബന്ധം, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായിട്ടുള്ള, അതാരുമായിക്കോട്ടെ, പുരുഷനോ സ്ത്രീയോ, പുരുഷനും പുരുഷനോ, സ്ത്രീയോ, ആരുമായിക്കോട്ടെ. അപ്പൊ നിങ്ങളുടെ ലവില് ഈ ആഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ഡൗട്ട് വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ സംശയിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങൾ ഒരു സംശയത്തിന് ഒരു ഇട ഉണ്ടാവാൻ വഴിയുണ്ട്. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഒരു എന്താ പറയാ, ചിലപ്പോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നു. ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, ഞാൻ ഈ വ്യക്തിക്ക് എന്താ പറയാ പെർഫെക്റ്റ് ആയ ഒരു പാർട്ട്ണർ ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ പക്ഷെ അത് നിങ്ങൾ റിക്കവർ ചെയ്യും ഈ ആഴ്ച തന്നെ. ഈ ആഴ്ച തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെങ്കിലും നിങ്ങൾ അത് റിക്കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിലൊരു സന്തോഷം മീൻസ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും അതുവഴി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ ആഴ്ച ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് പറയുകയോ ആ വ്യക്തി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പെരുമാറ്റം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പ്രവർത്തിക്കാനോ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് തന്നെ പോകും പൂർവാധികം ശക്തിയോടെ എന്ന് പറയുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലവിന്റെ സിറ്റുവേഷൻ. ഇനി ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് വരാൻ പോകുന്നത് നോക്കാം. ഭഗവാനെ, ഫ്രണ്ട്ഷിപ്പില് ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഫ്രണ്ട്സിന് ആരെങ്കിലും പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ? അത് ഈ ആഴ്ച തരാമെന്നാണോ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അത് തിരിച്ച് ഈ ആഴ്ച തരാൻ അവർക്ക് പറ്റില്ല, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ട്. എന്നാലും 4 ഓഫ് wands ഇവിടെ കാണിക്കുന്നുണ്ട്. 4 ഓഫ് wands എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട് പണിക്ക് വെച്ചിരുന്ന പൈസയാണോ മാറ്റി ആർക്കോ ഫ്രണ്ടിന് കൊടുത്തിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോ എന്ത് കാര്യമാണോ ഈ പൈസ തിരിച്ചു കിട്ടിയിട്ട് നടത്താൻ ആഗ്രഹിച്ചത്, ആ കാര്യവും അത് ഈ വ്യക്തി പൈസ തരാത്ത കൊണ്ടുള്ള പ്രശ്നമല്ല, വേറെ എന്തോ കാര്യം കൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കില്ല. അപ്പൊ ഈ വ്യക്തി ഇന്ന ദിവസം പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, തരാതിരിക്കുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ദേഷ്യം ഈ ആഴ്ച മാറും. കാരണം നിങ്ങൾ ആ പൈസ കിട്ടിയിട്ട് എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രശ്നം മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, പിന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം കാണിക്കുന്നത്. ഞാൻ തിരിച്ചു വെക്കുകയാണ്. ഇനി നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യമാണ് നോക്കുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഇന്ന് 1ാം തീയതി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. 10ാം ക്ലാസ് വരെയുള്ളവർക്കല്ലേ. അത് +1 +2 എന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും. അപ്പോ എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്ത് എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള കാർഡ്. ടെമ്പറൻസ് റിവേഴ്സ് ആണ്. ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിൽ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അപ്പൊ ഈ ആഴ്ച കുറെ പ്രോജക്ട്സോ എന്തൊക്കെയോ സബ്മിറ്റ് ചെയ്യണം, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം തികയുന്നില്ല. കാരണം അത്രയും വർക്ക് ലോഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇത് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്, മദർ ഓഫ് സ്വേർഡ്സ്. അപ്പൊ അമ്മയുടെ ചീത്തയോ ഉമ്മയുടെ ചീത്തയോ ടീച്ചറിന്റെ ചീത്തയോ കേൾക്കാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പോ സമയം കൂടുതൽ വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചീത്ത പറയാൻ വഴിയുണ്ട് ടീച്ചർ. എന്നാലും നിങ്ങള് ടീം വർക്ക് കൊണ്ട് ഇപ്പൊ ഫ്രണ്ടിനോട് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്ത് തീർന്നെങ്കിൽ ആ ഫ്രണ്ടിന്റെ സഹായം എടുക്കാം. ടീം വർക്ക് കൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ അതുപോലെ തന്നെ കൂടെ ഇരുന്ന് പഠിക്കുക. കൂടുതൽ മാത്സ് ഒരാൾക്ക് നന്നായിട്ട് അറിയാം, ഒരാൾക്ക് അറിയില്ലെങ്കിലും ആ അറിയുന്ന ഫ്രണ്ട് സഹായിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. ചെറിയൊരു പ്രശ്നം വരുമെങ്കിലും അതിനുള്ള സൊല്യൂഷനും നിങ്ങൾ തന്നെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാജിറ്റേറിയസും അക്വാരിയസ്, ലിബ്ര, ജെമിനിയും ടോറസ്, വെർഗോ, കാപ്രിക്കോണുമാണ് അവിടെ വന്നത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. ഇനി നമ്മൾ കരിയർ ആണ് നോക്കുന്നത്. കരിയർ ആണ് എല്ലാവർക്കും ടെൻഷൻ ഉള്ള കാര്യം. കരിയറിൽ എന്താണ് വരുന്നത്? കരിയറില് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോ ഇന്റർവ്യൂവിന്റെ ഓഫർ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഇന്റർവ്യൂ ചിലപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവാം. അപ്പോ യൂണിവേഴ്സ് പറയുന്നത് ഈ ആഴ്ച അങ്ങനെ ഒരു വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ആഴ്ചയായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ നഷ്ടമായി പോകും. ഈ ഇന്റർവ്യൂ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഗുണമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അത്. അപ്പൊ അത് വേണ്ടാന്ന് വെക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഈ ആഴ്ച നിങ്ങൾ അത് വേണ്ടാന്ന് കണ്ടോ. കുറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഇത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. അപ്പോ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ആയിരിക്കാം. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ജോബ് ഉണ്ട്, അപ്പൊ അതിന്റെ സാലറിയുടെ കൂടെ ഒരു പാർട്ട് ടൈം ജോബും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ഇന്റർവ്യൂ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് ഇപ്പൊ എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ വേറെ ഓപ്ഷൻസ് കുറെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്.
എനിക്ക് അവിടുത്തെ ജോലി ഇവിടുത്തെ ജോലി ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. പിന്നീട് നിങ്ങളത് റിഗ്രറ്റ് ചെയ്യും. അപ്പൊ പോയി അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫിനാൻസിന്റെ സിറ്റുവേഷൻ ആണ്. ഈ ആഴ്ച നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെയായിരിക്കും? ഫിനാൻസിന്റെ കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ്. അപ്പോ നിങ്ങള് ഈ ആഴ്ച നിങ്ങൾ അപ്പൊ 2-3 ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഓടി നടക്കുന്ന സമയമായിരിക്കാം. അപ്പൊ പക്ഷെ ഈ ആഴ്ച നിങ്ങളൊരു റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ എക്സോസ്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ആകെ കൂടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ ടെൻഷനിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ആ ഒരു ടെൻഷൻ മറച്ചു വെച്ചുകൊണ്ട് ഓടി നടക്കുകയാണ് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാല് അത്യാവശ്യമില്ല നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ. ഫിനാൻസ് ഇപ്പൊ അത്യാവശ്യമില്ല. എന്നാലും പൈസ കുറച്ച് അക്കൗണ്ടിൽ കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് അത് ലെവൽ ആക്കണം എന്നൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണാതെ ആകെ തളർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാലും നിങ്ങൾ ആ ഒരു കാര്യം ചിന്തിച്ച് ഭയങ്കരമായ ആദി ഉണ്ട് നിങ്ങൾക്കെന്ന് പറയുന്നുണ്ട്. അപ്പോ അത് വേണ്ടാന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. നിങ്ങളെ സഹായിക്കാനായിട്ട് സമയമാകുമ്പോൾ ആരെങ്കിലും വരും. ഈ ആഴ്ച നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരും. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ റെസ്റ്റ് എടുക്കുക, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് ഹെർമിറ്റ് റിവേഴ്സ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ആദ്യ പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക, അവര് നിങ്ങളെ സഹായിക്കും. ഒറ്റയ്ക്ക് നടന്ന് ടെൻഷൻ അടിച്ച് വെറുതെ അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എംപറർ ആണ് ഏരീസ്, വെർഗോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ വന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള തുടക്കമുള്ള റീഡിങ് വെച്ചാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ കാർഡ് നമ്പർ സെലക്ട് ചെയ്തവർക്ക് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലവിൽ എന്താണ് ഈ ആഴ്ച സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഈ ആഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ആഴ്ച നിങ്ങൾ സ്നേഹിക്കുന്ന ആളും നിങ്ങളും അകന്നാണോ? രണ്ട് സ്ഥലങ്ങളിലാണോ താമസിക്കുന്നത്? അപ്പൊ അതോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കം ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഈ വ്യക്തി നിങ്ങളെ വിളിച്ച് സംസാരിക്കുമെന്നാണ്. ഇത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. എന്ന് വെച്ചാൽ വളരെ സ്വീറ്റ് വ്യക്തി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ഫ്ലവറിന്റെ ബൊക്കെ ആയിരിക്കാം. എന്തായാലും ഒരു ഗിഫ്റ്റ് കൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമെന്നാണ് പറയുന്നത്. ഈ ആഴ്ച ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതോ തെറ്റിദ്ധാരണയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഫൂൾ കാർഡാണ് കാണുന്നത്. അപ്പോ ഇവിടെ നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്യക്തി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകും. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു 3 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. ഹാർട്ട് ബ്രേക്കിന്റെ കാർഡാണ്. അപ്പൊ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ വ്യക്തി ഒരു ഗിഫ്റ്റുമായി നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ആഴ്ച റീകൺസിലിയേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏരീസ്, അക്വേറിയസ്, ഇത് ഫൂൾ കാർഡാണ്, റിസ്ക് എടുക്കുന്ന കാർഡാണ്. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു ചളിപ്പുണ്ട് നിങ്ങളുടെ അടുത്ത് വരാനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വരാതിരുന്നതെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ഏരീസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഈ വ്യക്തിയുടെ എന്തോ ഒരു മണ്ടത്തരം കൊണ്ടാണ് നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിലൊരു കുറ്റബോധമുണ്ട് ഈ വ്യക്തിക്ക് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ഒന്ന് നോക്കാം. എന്താണ് ഫ്രണ്ട്ഷിപ്പിൽ വരുന്നത്? ഫ്രണ്ട്ഷിപ്പിൽ ചില ഫ്രണ്ട്ഷിപ്പിലെ നമ്മൾക്കിപ്പോ ഒരു വളരെ ഒരു അധികം ഫൈറ്റ് ചെയ്യാത്ത, വളരെ ശാന്തനായിരിക്കുന്ന അല്ലെങ്കിൽ ശാന്തയായിരിക്കുന്ന ഒരു ഫ്രണ്ടാണ് നമുക്ക് ഉള്ളതെങ്കിൽ ചില സമയത്ത് നമ്മൾ അവരുടെ മേലിൽ അധികാരം ഇതാക്കാൻ നോക്കും. എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ നമുക്ക് രണ്ടുപേർക്കും, അപ്പൊ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അയാൾ അത് ഇട്ടിട്ട് വരും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം സ്ട്രിക്റ്റ് ആയ ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ട് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ ഫ്രണ്ട്സ് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതൊരു ട്രാപ്പ് ആയിട്ട് വരുന്നുണ്ട്. എന്നെ എല്ലാവരും ഇപ്പൊ ആരോ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, നീ എല്ലാവരും പറയുന്നതും കേൾക്കും, അവര് നിന്നെ മുതലെടുക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ചിന്ത ഫ്രണ്ടിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ടിന്റെ മനസ്സിലായിരിക്കാം.
എന്തായാലും അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രാപ്പ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. എനിക്കൊരു ഫ്രീഡം ഇല്ല. എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ കൂടെ ഇപ്പൊ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാനൊന്നും എനിക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല. നിങ്ങൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല മറ്റു ഫ്രണ്ട്സിൽ നിന്ന് എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. ആ ഒരു ചിന്തയാണ് ഈ ആഴ്ചയുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ. അപ്പോ ഇവിടെ ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇപ്പം ഞാൻ എന്തിനാ എല്ലാവരും പറയുന്നത് കേൾക്കാം, എനിക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത് അതിനെ മാറ്റി ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യും. ചിലപ്പോൾ ഈ ആഴ്ച ഒരു വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവര് പ്രതീക്ഷിക്കുന്ന അവര് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമെന്നാണ്. പക്ഷെ നിങ്ങളുടെ ചിന്താഗതി മാറ്റാൻ നോക്കും ഈ ആഴ്ച. അപ്പൊ അതിൻ്റെതായ ചെറിയൊരു ഫൈറ്റ് നിങ്ങൾ തമ്മിലുണ്ടാവും. ചിലപ്പോൾ മറ്റു ഫ്രണ്ട്സിനോട് സംസാരിക്കരുത്, അവർക്ക് അത് കൊടുക്കരുത്, നീ എന്നോട് ഞാൻ വിളിക്കുമ്പോൾ വേറെ ആരോട് സംസാരിച്ചിരിക്കും. ഫ്രണ്ട്സ് തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആകുമ്പോൾ എക്സ്പെക്ടേഷൻസ് കൂടും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത് ചെറിയൊരു വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അക്വേറിയസ് ലിബ്ര ജെമിനി ടോറസ്. വലിയ പ്രശ്നത്തിലേക്ക് പോവില്ല ഈ ആഴ്ച, പക്ഷെ ചെറിയൊരു ഫൈറ്റ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഉണ്ടാവും. എഡ്യൂക്കേഷന്റെ കാര്യം നോക്കാം. നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാര്യം എങ്ങനെയാണ് ഭഗവാനെ? പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. ഒരു ഇപ്പോ അടുത്ത മാസമാണ് ഡിഗ്രിയുടെ ഒക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അല്ലെ? അപ്പോ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഫോറിനിൽ പോയിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് കുറെ വന്നിട്ടുണ്ടാകും, അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം കാണുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയ ഡിസിഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കാൻ ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ലായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, അതുപോലെ പണത്തിന്റെ കാര്യം, ലോൺ എടുക്കുന്ന കാര്യം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് ഒരു ഡിസിഷന്റെ ഒരു സമയം ഇവിടെ വന്നിട്ട് എത്തിയിട്ടുണ്ട്. ഈ ആഴ്ച നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന് കാണിക്കുന്നുണ്ട്. അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഡെവൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പല ഓപ്ഷൻസ് ഇപ്പൊ എന്ന് വെച്ചാൽ മാർക്കറ്റിംഗിന്റെ കാലമാണ്. ആ കോളേജിൽ പഠിച്ചാൽ, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കും, അത് കൊടുക്കും, ജോലി പിടിച്ചു കൊടുക്കും, ഞങ്ങൾ ഫോറിനിൽ അയക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന. അപ്പോ ടെംപ്ടേഷൻ കുറെ വരുമെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഈ ആഴ്ച നിങ്ങൾ ജോലിക്ക് അന്വേഷിക്കുമ്പോൾ കുറെ പേര് നിങ്ങൾ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ നോക്കും. അപ്പൊ അതിൽ നിങ്ങൾ പെടരുതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ടവർ മൊമെന്റ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ടെംപ്ടേഷനിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ ആണ്. നിങ്ങളുടെ പൈസ പോകും, നിങ്ങൾ വിചാരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ ടവറിൽ അവസാനിക്കാൻ, വലിയൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ. വളരെ റിസർച്ച് ചെയ്ത് വളരെ അന്വേഷിച്ചിട്ട് വേണം ഒരു നല്ലൊരു കോളേജ് കണ്ടെത്താനോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. കാപ്രിക്കോൺ അതുപോലെ തന്നെ സ്കോർപിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് നിങ്ങളോട്. ഇനി കരിയറിന്റെ കാര്യം. കരിയർ എങ്ങനെയാണ് ഈ ആഴ്ച? നിങ്ങളുടെ കരിയറിൽ എന്താണ് വരാൻ പോകുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഈ ആഴ്ച നിങ്ങളുടെ കരിയറിൽ എന്താണ് വരാൻ പോകുന്നത്? കരിയറിൽ നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. നല്ലൊരു പ്രോഗ്രസ് ഈ ആഴ്ച കരിയറിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രത്യാശയ്ക്കുള്ള വകയുണ്ട്. പിന്നെ ഒരു പേർപ്പസ്ഫുൾ ആയിട്ട് വളരെ നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് നേടിയെടുക്കാൻ നിങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കാം. മനസ്സിലായോ? ചിലപ്പോൾ ഒരാളുടെ ഒഴിവിലേക്ക് നിങ്ങളെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേണോ വേറെ ആളെ വേണോ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ അയാൾക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾ പറയണം, ഞാൻ അതിൽ എല്ലാവരെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിലെ ഓപ്ഷൻസിൽ ചൂസ് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, അത് നേടിയെടുക്കുക എന്നാണ് പറയുന്നത്. വളരെയധികം പോസിറ്റീവ് ആയിരിക്കും റിസൾട്ട് എന്ന് പറയുന്നുണ്ട്. അക്വേറിയസ് ആണത്. പിന്നെയുള്ളത് ഹെയർഫാൻഡ് ആണ് വന്നത്, ടോറസ് ആണത്. പിന്നെ വന്നേക്കുന്നത് 7 of Wands റിവേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് അധികം നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല, കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. ഹെയർഫാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ട്രസ്റ്റിന്റെ കാര്യമോ, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഇതല്ല, നമ്മൾ ട്രസ്റ്റ് ഒക്കെ രൂപീകരിക്കില്ല, പൈസയുടെ കാര്യം, എന്തോ പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. വലിയ റെസിസ്റ്റൻസ് ഒന്നും വേണ്ട. നിങ്ങൾ ചിലര് എനിക്ക് വേണം ആ ജോലി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പറയണ എന്നാ പറഞ്ഞ അയ്യോ മറ്റുള്ളവരെ മുഷിപ്പിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് അവരെടുത്തോട്ടെ എന്ന് ചിന്ത വേണ്ട. നിങ്ങൾക്ക് വേണം ഈ ജോലി, അത് നിങ്ങൾ നേടിയെടുക്കുക എന്നാണ് പറയുന്നത്.
അപ്പൊ കരിയറിൽ നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ് ഈ ആഴ്ച നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കരിയറിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ടോറസ് ആണിത്, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പിന്നെ ഉള്ളത് അക്വേറിയസ് ആണ്. പോസിറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും കരിയറിൽ. ഫിനാൻസിന്റെ കാര്യം വരുന്നുണ്ട്. ഫിനാൻസ് ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെയായിരിക്കും? സാമ്പത്തികത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഒരു ടവർ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു എന്തോ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു പൊട്ടിത്തെറി ഫിനാൻസിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഷെയർ മാർക്കറ്റിലും പൊതുവേ സാമ്പത്തികം നമ്മളുടെ എല്ലാവരുടെ ഒരു മന്ദഗതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. വിലക്കയറ്റം അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ നിങ്ങൾ വളരെയധികം ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തില് വളരെയധികം പണനഷ്ടം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാവില്ല എന്നാണ്, അത് ഒഴിഞ്ഞു പോകും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അത്ര വലിയ സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല ഫിനാൻസ് നിങ്ങളുടെ ഈ ആഴ്ചയെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നമൊന്നും നിങ്ങളുടെ സാമ്പത്തികത്തിൽ വരില്ല കേട്ടോ. അത് കുറെയെല്ലാം വേറെ പലരും നിങ്ങളെ സഹായിക്കാൻ വരും. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും ഇതിനകത്ത് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അധികം ടെൻഷൻ വേണ്ട. എന്നാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്ന് വെച്ചാല് വലിയ പുരോഗതിയൊന്നുമില്ല, എന്നാൽ ഉള്ളതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സ്കോർപിയോ അതാണ് ഇവിടെ കണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾ ലവിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ സ്നേഹബന്ധത്തില് ഈ ആഴ്ച എന്താണ് വരാൻ പോകുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സ്നേഹബന്ധത്തില് എന്താണ് ഈ ആഴ്ച വരാൻ പോകുന്നത്? ഹാപ്പിനെസ് ആണ്, വളരെയധികം ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. നിങ്ങൾ ചിലപ്പോ ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കുകയോ കുഞ്ഞിന്റെ ഒരു കുഞ്ഞ് ഉണ്ടാകാൻ മീൻസ് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്ന് അറിയുകയോ എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് വിവാഹം കഴിച്ചവരായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നല്ല പല കാര്യങ്ങളും ഈ ആഴ്ച നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല സ്നേഹബന്ധത്തിൽ എന്നാണ് പറയുന്നത്. ഇത് ഇത് ഒരു ഹാപ്പിനെസിന്റെ കാർഡാണ്, സൺ കാർഡാണ്, ലിയോ സോഡിയാക് സൈൻ ആണത്. ഇത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധയോടെ സംസാരിക്കണം, ശ്രദ്ധയോടെ പെരുമാറണം എന്ന് പറയുന്നുണ്ട്. പേജ് ഓഫ് വാൻസ്. അപ്പൊ എടുത്തോ പിടിച്ചോ എന്നുള്ള പെരുമാറ്റം പാടില്ല. ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ സ്വഭാവത്തിൽ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ആരെങ്കിലും അബദ്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് കാണണം. ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആള് കുറച്ച് ഇമ്മച്വർ ആണെങ്കിൽ അയാൾ ചിലപ്പോൾ സംസാരിക്കുന്നത് ശരിയാവില്ല, പെരുമാറ്റം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ആവുകയാണെങ്കിലും നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. ഈ ആഴ്ച എന്തായാലും സന്തോഷത്തിന്റെ ആഴ്ചയാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട് പെരുമാറണം. എക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ലിയോ വലിയ പ്രശ്നമില്ല. ലവില് ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് ഈ ആഴ്ച വരാൻ പോകുന്നത് നോക്കാം. ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് ഈ ആഴ്ച വരാൻ പോകുന്നത്? ഫ്രണ്ട്ഷിപ്പില് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന നല്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും എന്താ പറയാ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് ഈ ആഴ്ച ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ആക്ഷൻ ഒന്നും എടുക്കണ്ട. ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് നോക്കുക. അവർ കോണ്ടാക്ട് ചെയ്ത് നന്നായിട്ട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രശ്നമില്ലാതെ സംസാരിക്കുക, വഴക്കിന് പോകണ്ട എന്നാണ് പറയുന്നത്. ഈ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. വലിയതായിട്ട് കാര്യങ്ങളൊന്നും ഫ്രണ്ട്ഷിപ്പില് കയറി ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി എടുക്കണ്ട എന്നാണ് പറയുന്നത്. സ്റ്റാർ കാർഡ് ഉണ്ട്, അക്വേറിയസ് ആണ്, അത് വളരെ പോസിറ്റീവായ കാർഡാണ്. റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകും. ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആഴ്ച ആ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പഴയ പോലെ ആകും എന്നാണ് പറയുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളായിട്ട് ആക്ഷൻ ഒന്നും എടുക്കണ്ട എന്നാണ് പറയുന്നത്. സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇനി നമ്മൾ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഈ ആഴ്ച എങ്ങനെയാണ്? ടെൻഷന്റെ കാര്യമുണ്ട്, വളരെയധികം ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉറക്കമില്ലായ്മ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ എഡ്യൂക്കേഷനിൽ കാണിക്കും. നൈറ്റ് മെയർസ്, ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസമില്ല, ഹോപ്പ്ലെസ്നെസ്,
എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പാസ്സായിട്ടുണ്ടാവില്ല. അപ്പൊ ക്ലാസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് പാസ്സായിട്ടുണ്ടാവില്ല, ചിലർ തോറ്റുപോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ചിലര് പാസ്സായിട്ടുണ്ടാവില്ല, അപ്പൊ പഴയ ക്ലാസ്സിൽ തന്നെ പോയിരിക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ചിന്തിച്ചിട്ടുള്ള ഈ ആഴ്ച കുറച്ച് ടെൻഷൻസ് ഉണ്ടാവാൻ, എഡ്യൂക്കേഷനിൽ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സിന് പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സ് അവരെ പോയി കാണാന്ന് വെച്ചാൽ ചിലപ്പോൾ സമയങ്ങൾ വ്യത്യാസം ഉണ്ടാവും, ഫ്രീ പീരീഡ് ഒക്കെ വ്യത്യാസമായിരിക്കും അവരുടെ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, ഇനി പുതിയ ഫ്രണ്ട്സ് വന്ന് കയറുന്നവരിൽ ചിലപ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണമായിരിക്കും. അങ്ങനെ ചിലപ്പോ വളരെ റൂഡായിട്ട് പെരുമാറുന്ന കുറെ ആളുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാം. ക്ലാസ്സിൽ ചിലപ്പോ നിങ്ങളെ ഉപദ്രവിക്കുന്നവര്, അനാവശ്യം പറയുന്നവരൊക്കെ പലതരത്തിൽ ജീവിത രീതികളിൽ നിന്ന് വരുന്ന കുട്ടികളാണല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എഡ്യൂക്കേഷന്റെ സ്ഥലത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചോയ്സ് എടുക്കേണ്ടി വരും. ഈ ആഴ്ച നിങ്ങളുടെ മുമ്പോട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരു തുടക്കമാകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോയ്സ് എടുക്കേണ്ടി വരും നിങ്ങൾ. അതുപോലെ ക്ലാസ് മാറ്റം, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചോയ്സ് എടുക്കേണ്ടി വരുമല്ലോ അല്ലെ. ഈ സബ്ജക്ട് വേണോ, ആ സ്കൂളിൽ ഇല്ലാതെ കോളേജിലൊക്കെ ഈ സബ്ജക്ട് വേണോ ആ സബ്ജക്ട് വേണോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ആഴ്ച എന്തോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം മാനസിക പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ചിലപ്പോ നിങ്ങള് നേരിടുമ്പോ ഇത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളാണ്, നേരിടുമ്പോ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ആയിരിക്കും കേട്ടോ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലീബ്ര, ജെമിനി. ഇനി നമ്മൾ കരിയറിലേക്കാണ് പോകുന്നത്. ഈ ആഴ്ച നിങ്ങളുടെ കരിയർ എങ്ങനെയാണ്, കരിയറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ ആഴ്ച നിങ്ങളുടെ കരിയറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾ വേണ്ടാന്ന് വെച്ച കാര്യം, അത് നിങ്ങൾക്കൊരു നഷ്ടബോധം തരുമെന്ന് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. 5 ഓഫ് കപ്സ് ആണത്. എന്തോ ഒരു കാര്യം നിങ്ങൾ വേണ്ടാന്ന് വെച്ചു, ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചായിരിക്കും. അത് പക്ഷെ ഈ ആഴ്ച നിങ്ങൾ തിരിച്ചറിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ട്രൈ ചെയ്തെങ്കിൽ കിട്ടിയേനേന്ന്. അപ്പൊ അതിൻ്റെതായ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാതിരുന്നതാണ്, അതാണ് 8 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് കാണിക്കുക. 8 ഓഫ് പെന്റിക്കിൾസ് ഹാർഡ് വർക്ക് ആണ്. അപ്പൊ ഹാർഡ് വർക്ക് എന്തോ ചെയ്യാതിരുന്ന റിസൾട്ട്, അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാതിരിക്കും നിങ്ങൾക്ക്, കാരണം ആ പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന്റെ ആ റിഗ്രറ്റ് ഈ ആഴ്ച വരും. 4 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ് എന്നാൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ചൊരു കാര്യമാണ്, പക്ഷെ അത് അയ്യോ വേണ്ടായിരുന്നു, ചെയ്യാമായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമെന്നാണ് പറയുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇനി നമ്മൾ ലാസ്റ്റ് ആണ് കാലത്ത് നോക്കാം, ഫിനാൻസ്. എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻസ് ഈ ആഴ്ച. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നത്. ഫിനാൻസിൽ കുറച്ചൊരു ശോകമാണ്. നിങ്ങൾ വിചാരിക്കാത്ത എക്സ്പെൻസസ് ഈ ആഴ്ച വരാൻ ചാൻസ് ഉണ്ട്. കല്യാണ സീസൺ ആണ്. കർക്കിടകത്തിന് മുമ്പ് മെജോറിറ്റി കല്യാണങ്ങളും തീർക്കാൻ നോക്കും. അപ്പോ കല്യാണ സീസൺ, അപ്പൊ അതിൻ്റെതായ നിങ്ങൾ വിചാരിക്കാത്ത കുറെ എക്സ്പെൻസസ്, ബന്ധുക്കളുടെ എക്സ്പെൻസസ്, അങ്ങനെ പോയി താമസിക്കേണ്ട എക്സ്പെൻസസ്, കല്യാണം നടത്താനുള്ള എക്സ്പെൻസ്, അങ്ങനെ കുറച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് പറയുന്നു. പക്ഷെ ഇതിലെല്ലാം പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങളൊന്ന് അന്താളിക്കുമെങ്കിലും, ഇതെല്ലാം കൂടി ഇത്രയും വരുമാനം, മാസാവസാനമായി സാലറി കിട്ടി, ഇത് എന്ത് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ കുറെ ഒഴിവാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ടെൻഷൻ അടിക്കണ്ട എന്നാണ് പറയുന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക, അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം എന്ന് പറയുന്നുണ്ട്. 3 ഓഫ് വോൺസ് കാണിക്കുന്നത്. 3 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തും, അതിനെ അന്വേഷിക്കണം ഈ ആഴ്ച എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പൊ ഫോറിനിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്കുള്ള റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങും ഫിനാൻസിൽ. അതാണ് കാണിക്കുന്നത് ഈ ആഴ്ച കേട്ടോ. അപ്പോ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, ഇത്രയുമാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന്
ആശംസിക്കുന്നു. ഈ ആഴ്ച നിങ്ങൾക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകട്ടെ, നല്ല കാര്യങ്ങൾ നടക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.